എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് സമയം കൂടെ ഉള്ള ബിഗ് ബോസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി എനിക്ക് സൺഡേ ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാൻ എപ്പിസോഡ്സൊക്കെ ഇത്രയും നാൾ കണ്ടുവന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാനങ്ങനെ കൃത്യമായിട്ട് എപ്പിസോഡ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യമില്ല, അതാണ് ഞാൻ വിട്ടു. വീണ്ടും വന്നത് അനുമോക്ക് വോട്ട് വയ്ക്കാൻ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ അനുമോക്ക് എന്തുകൊണ്ട് എനിക്ക് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അനുമോക്ക് എന്തോ ഉണ്ട് വോട്ട് വെച്ച് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നാണിക്കാനൊന്നും വേണ്ടിയിട്ടൊന്നുമില്ല. അനുമോക്ക് വോട്ട് വയ്ക്കുന്നു എന്ന് വെച്ച് നാണിക്കേണ്ട കാര്യം എന്തുവാ? നമ്മൾ കാണുന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് വയ്ക്കുന്നു. അതിൽ നമ്മൾ വേറെ ക്യാരക്ടേഴ്സിനെ ഒന്നും ഡിഗ്രേഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കാണുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് നെഗറ്റീവ്സൊക്കെ കാണുന്നില്ലേ? നമ്മൾ യൂട്യൂബിൽ അനുമോള് എന്ത് നെഗറ്റീവ്സ് ചെയ്താൽ ഓൺലൈൻ മീഡിയക്കാർ വലിച്ചു കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അനുമോള് അക്ബറിൻ്റെ നോട്ടം, അതുപോലെ തന്നെ ആര്യൻ ജിസൈൽ വിഷയം, പിന്നീട് അക്ബർ ബാക്കിൽ നിന്ന് ബസ് ആ ഒരു വാക്ക് അനുമോളുടെ വായിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ ആ കുട്ടി പറയാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പ്രവർത്തിച്ചും കാണിക്കാൻ പാടില്ലായിരുന്നു, പറയാനും പാടില്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഇതെല്ലാം അനുമോളുടെ ഭാഗത്തു നിന്ന് അത് നെഗറ്റീവ്സാണ്. എന്നെക്കൊണ്ട് എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ തോന്നിപ്പിച്ചു എന്ന് വെച്ചാൽ, ഞാൻ കാണുമ്പോഴെല്ലാം എപ്പിസോഡ്സ് കാണുമ്പം ഇതെല്ലാം ഇവർ ഒരുമിച്ചിരുന്നായിരുന്നു പറഞ്ഞത്. ഇപ്പം ആര്യൻ്റെയും ജിസൈലിൻ്റെയും കേസ് ഞാൻ പറയുന്നില്ല, മറ്റേ ശരത് അംബാനിയുടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ അവരുടെ സംസാരം കാണിക്കുന്നു, പെട്ടെന്ന് ആ ബിഗ് ബോസിൻ്റെ ക്യാമറ ടേൺ ചെയ്തിട്ട് ഇവരുടെ ഒരു ഇത് കാണിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആര്യനോട് ക്രഷ്, അത് അനുമോള് പറയുന്നത് നമ്മളെ എപ്പിസോഡിൽ കാണിച്ചതായിരുന്നല്ലോ, അതൊന്നും കാണിക്കാതിരുന്നിട്ടില്ലല്ലോ. പിന്നെ മസ്താനി വന്ന് പുറത്തും അങ്ങനെ ആണ്, അപ്പോൾ പുള്ളിക്കാരത്തി വിചാരിച്ചാൽ പുറത്തും അങ്ങനെ ആണെങ്കിൽ പിന്നെ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ കുഴപ്പമില്ലല്ലോ, അത് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അത് അവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഒന്നും ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. നെഗറ്റീവ്സ് ഒക്കെ ഒരുപാടുണ്ട്, ക്യാരക്ടറിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് അലിഗേഷൻസ് അനുമോള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തു പറയാതിരിക്കുന്നില്ലല്ലോ. നെഗറ്റീവ്സ് ഒരുപാടുണ്ട് എന്ന് വോട്ട് വെച്ചപ്പോഴും ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ നെഗറ്റീവ്സ് വന്നത് എന്നെപ്പോലെ ബ്യൂട്ടി വ്ളോഗേഴ്സോ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സോ ഒന്നും വോട്ട് ചോദിച്ചൊന്നും ഇടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു നെഗറ്റീവ് വന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അത്രയും നെഗറ്റീവ് വന്നത്, വേറെ ആരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ചെയ്യാനാണെങ്കിൽ എന്നെക്കായി നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ഓട്ടോ ചോദിച്ചപ്പോൾ അതായിരിക്കും എനിക്ക് അത്രയും നെഗറ്റീവ്സ് വന്നത്. പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ? റീച്ച് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, റീച്ച് കിട്ടിയ സന്തോഷമല്ലേ ഉള്ളൂ, അതിലെന്താ പ്രശ്നം? ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് റീച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അനുമോള് തെറ്റുകളൊന്നും ചെയ്യാതല്ല, അനുമോളുടെ കൂട്ടത്തിലുള്ളവരും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് അനുമോളുടെ കേസും. പിന്നെ എന്തുകൊണ്ട് അനുമോളുടെ തലയിൽ ഇതെല്ലാം വന്നു എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ ഫൈനൽ 5 എത്തിയത് കൊണ്ടായിരിക്കാം പിന്നീട് എല്ലാവരും വന്നിട്ട് നോക്കുമ്പോൾ ഇവള് നമ്മളെപ്പോലെ പറഞ്ഞില്ലേ, നമുക്ക് പക്ഷേ ഇത് വെളിയിൽ നെഗറ്റീവായി, പക്ഷെ അവൾ ഇപ്പോഴും നിൽക്കുന്നു എന്നൊരു രീതി കൊണ്ടായിരിക്കാം വന്നത്. പിന്നീട് കുറേ പേര് അനീഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അനീഷിനോട് എനിക്ക് പേഴ്സണലി ദേഷ്യമൊന്നുമില്ല. എനിക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നി, ഞാനത് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അനീഷിനോടൊന്നും ദേഷ്യവും കാര്യങ്ങളൊന്നും. എന്തിനാ ദേഷ്യം? അനീഷൊക്കെ നന്നായിട്ട് ഗെയിം കളിച്ച ആൾക്കാരാണ്. പിന്നെ എനിക്ക് അനീഷ് അങ്ങനെ പ്രണയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മളൊക്കെ പ്രണയങ്ങൾ കണ്ടിട്ട് അത് ഇൻഫാക്ച്വേഷൻ ആയിരിക്കാം, പ്രണയമായിരിക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ളവരില്ലേ, ഒരു നോട്ടം കൊണ്ട് പോലും എനിക്ക് അനീഷിൻ്റെത് അങ്ങനെ പ്രണയമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രണയമെന്ന് വിളിക്കാത്തത്. എനിക്കത് ഇൻഫാക്ച്വേഷനായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. നമുക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോരുത്തരോട് അങ്ങനെ ഇൻഫാക്ച്വേഷൻസ് ഒക്കെ തോന്നത്തില്ല, അതായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അനീഷിനെ പോലെ പ്രായവും പക്വതയുള്ള ഒരാൾ ഒരിക്കലും അയാളുടെ പ്രണയം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറയത്തില്ല. ബിഗ് ബോസ് ഹൗസ് എങ്ങനെയാണെന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. കാര്യം അയാൾ പഠിച്ചു വന്നതാണ് ബിഗ് ബോസിനെ കുറിച്ച്, അപ്പോൾ അയാൾക്കത് അറിയാം. അപ്പോൾ അവിടെ വെച്ചിട്ട് പ്രണയം പറയത്തില്ല. കാര്യം ഷാനാസിനോട് കാണിച്ച കെയർ, അനുമോളോട് കാണിച്ച കെയർ, സെയിം ടൈം അനീഷ് ഒരുപാട് പേരെ കെയർ ചെയ്തിട്ടുണ്ട്. ആദിലയാണെങ്കിലും ഒരുപാട് ആദിലയായിട്ടിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയോട് മാത്രമല്ല അനീഷ് ഈ ഒരു കാര്യം കാണിച്ചിട്ടുള്ളത്, എല്ലാവരോടും കാണിച്ചിട്ടുണ്ട്. പിന്നെ അനുമോളോടത്ത് കുറച്ച് എക്സ്ട്രാ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു സമയത്ത് വഴക്കിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും അനുമോളോട് ഇച്ചിരി എക്സ്ട്രാ കാണിക്കുന്നത്. അതെനിക്ക് പ്രണയമായിട്ട് തോന്നിയില്ല. കാര്യം അനീഷിൻ്റെ പ്രണയം ഇങ്ങനല്ല. എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ പ്രണയം അനീഷ് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യുന്ന വേ ഇതായിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കൊരു നോട്ടത്തിൽ പോലും ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും പിന്നീടും ആ ഒരു ഇതിന് ഒരേ വീട്ടിൽ നിൽക്കുമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടവും കാര്യങ്ങളോ എനിക്കങ്ങനെ
ആയിട്ടില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് റോബിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ക്ലിപ്പിങ്സ് ഒക്കെ കണ്ട അതൊക്കെ ഒരു പ്രണയം എന്നൊക്കെ ലെവലിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് പ്രണയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നെവിനെ ഇതിനിടയ്ക്ക് എല്ലാവരും മറന്നു പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അടിയുടെയും വഴക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മുങ്ങിപ്പോയ ഒരാളാണ് നെവിനും എനിക്ക് ഓട്ടോ കൊടുക്കണം. പക്ഷേ എല്ലാവർക്കും ഓട്ടോ കൊടുത്ത് ജയിപ്പിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് മറിക്ക് നെവിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നെവിനും അവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫൈനൽ ആ ഒരു സ്റ്റേജിൽ നെവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നെവിനും കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് മറിക്ക് ഓട്ട്. പിന്നീട് അക്ബറിനെ കുറിച്ചൊക്കെ അക്ബർക്ക് മൈൻഡ് ഗെയിമേഴ്സാണ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് അവർ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, എനിക്കിപ്പോഴും ഞാൻ വോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അനുമോൾ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാര്യം പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു വരുന്ന വെച്ചിട്ട് ഇങ്ങനെ ഒരു ബലിയാട് എപ്പോഴും ബിഗ് ബോസിലുണ്ടാവും. പക്ഷെ ആ ബലിയാട് ആയിരിക്കത്തില്ല ജയിക്കുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ഞാൻ വോട്ട് ചോദിച്ചാലും എനിക്ക് അനുമോൾ ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. കാര്യം കഴിഞ്ഞ വട്ടത്തെ സീസണിൻ്റെ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് കഴിഞ്ഞ വട്ടമാണ് ജാസ്മിൻ. കഴിഞ്ഞ വട്ടം ജാസ്മിൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്തത്. അപ്പോൾ ശരിക്കും ജാസ്മിൻ ആയിരുന്നു ജയിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ ജയിച്ചില്ല, പകരം ജിൻഡോ ജയിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി നമ്മൾ ഇത്രയും ഇത് ചെയ്തിട്ടും അനുമോൾ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. ജിൻഡോ ഇനി വേറെ ആരെങ്കിലും അനീഷിനെ നമുക്ക് ജയിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി അതല്ല, ഇവരെ രണ്ടുപേരെയും കൂടെ കടത്തി വെട്ടി പെട്ടെന്ന് വോട്ടിങ്ങിൽ ലാസ്റ്റ് മിനിറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമല്ലോ, വേറെ ആരെങ്കിലുമൊക്കെ ജയിക്കാം. അപ്പോൾ നമുക്ക് ചോദിക്കാനല്ലോ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റും. ആ രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ബിഗ് ബോസ് ഫാനൊന്നും അല്ലായിരുന്നു. ഞാൻ ഇതുവരെ ബിഗ് ബോസ് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നെ കളിയാക്കി, ഞാൻ അനുമോക്ക് വോട്ട് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ ബിഗ് ബോസ് ഒക്കെ ഇരുന്ന് കണ്ടോ? എൻ്റെ ഇതിലെന്ന് വെച്ചാൽ ഇതെന്തോ ഒരു മോശം ഷോയാണ്, എപ്പോഴും അടിയും വഴക്ക് നടക്കുന്ന ഷോയാണ്, അപ്പോൾ കാണണ്ടെന്നൊക്കെ ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണത്തേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമായിരുന്നു, ബിഗ് ബോസ് ഞങ്ങളാരും കാണാറില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ മോശം ഷോ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണാറില്ലായിരുന്നു. പിന്നെ ക്ലിപ്പിങ്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റോബിൻ്റെ ഒക്കെ ക്ലിപ്പിങ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വട്ടമൊന്നും ഞാൻ അങ്ങനെ വലിയ ആക്റ്റീവായിട്ട് ബിഗ് ബോസിൻ്റെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ജാസ്മിൻ്റെ കുറച്ചൊക്കെ ക്ലിപ്പിങ്സൊക്കെ കാണുമായിരുന്നു. അത് ഭയങ്കര ഇതായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ കാണുമായിരുന്നു. അനുമോൾക്ക് വോട്ട് ചോദിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, റീ എൻട്രിക്കാർ വന്നാണ് എന്നെക്കൊണ്ട് സത്യം പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിച്ചത്. അതിൽ എനിക്ക് തോന്നുന്നു കേരള ജനത പലരും വോട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചത് നമ്മളുടെ റീ എൻട്രിക്കാരാണ്. ഈ അനുമോൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും മോഹൻലാൽ എല്ലാ ആഴ്ചയും വന്ന് വഴക്ക് പറയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ മീഡിയക്കാർ ശരിക്കും അനുമോളെ തേക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ എന്തിനാണ് അങ്ങനെ കാണിച്ചത്, സദാചാരക്കാരി അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ സെയിം ഇപ്പോൾ ആ ഓൺലൈൻ മീഡിയക്കാരൊക്കെ തന്നെ അനുമോൾക്ക് വേണ്ടിയിട്ട് ഓട്ടോ വയ്ക്കുക. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ റീ എൻട്രി ചെയ്ത വ്യക്തികളാണ് അതിന് ഒരേ ഒരു കാരണം. ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാരൊന്നും അതായത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. ഇപ്പോൾ അനുമോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനുമോക്ക് തന്നെ ഓട്ടോ കൊടുക്കണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അപ്പം എല്ലാവർക്കും ഈ റീ എൻട്രി ചെയ്തവർ ഗെയിം ചേഞ്ച് ചെയ്തു. സാധാരണ വൈൽഡ് കാർഡുകാരാണ് ഗെയിം ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റീ എൻട്രിക്കാർ ഗെയിം ചേഞ്ച് ചെയ്തതിൽ ഇപ്പോൾ അവർ നെഗറ്റീവ് അല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തത് നമുക്കത് ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ് ഇരുന്ന് കാണുമ്പോൾ വോട്ട് ചെയ്യാൻ അനുമോക്ക് തോന്നി. എനിക്കതുകൊണ്ടാണ് അനുമോക്ക് തോന്നിയത്. റീ എൻട്രി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അനുമോക്ക് വോട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ആർക്ക് വോട്ട് കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൊട്ട് ആർക്ക് വോട്ട് ചെയ്യത്തേന്നില്ലായിരുന്നു. എപ്പിസോഡ് കാണും, ഞാൻ ആ കാര്യം അങ്ങ് വിടും. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നെങ്കിൽ ആര്യന് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആര്യൻ എനിക്ക് ആഗ്രഹമുള്ള ഒരാളായിരുന്നു, ആര്യനെ ജയിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ ആര്യനൊക്കെ പോയില്ല. ഒരുവിധപ്പെട്ട നല്ല പ്ലെയേഴ്സ് അല്ല ഈ ഒരു ബിഗ് ബോസ് 7 നിന്ന് പോയി. പിന്നെ എന്നെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് റീ എൻട്രിക്കാരാണ്. കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറ്റം പറഞ്ഞിട്ട് അനുമോളുടെ തലയിൽ മാത്രം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു ഇത്ര ഉള്ളു, ചിലപ്പോൾ ഫൈനൽ 5 എത്തും, അല്ലെങ്കിൽ ഒരു ടോപ്പ് 3 എത്തും എന്ന് എല്ലാവർക്കും തോന്നി. പിന്നെ PR ഒന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. PR ഒക്കെ നല്ലതാണ്. അതിന് എത്ര ലക്ഷം കൊടുത്താലും അനുമോള് സമ്പാദിച്ച കാശിൽ നിന്നല്ലേ അനുമോള് കൊടുക്കുന്നത്, നമ്മളുടെ പോക്കറ്റിൽ നിർത്തലല്ലോ നമ്മൾ PR കാശ് കൊടുക്കുന്നത്. അനുമോള് സമ്പാദിച്ച കാശിൽ നിന്ന് അനുമോള് PR കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. PR വേണം,
അതറിയാത്തവരായിട്ട് ബിഗ് ബോസിൽ ആരും ഇല്ലല്ലോ. PR ഇല്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അതില്ലാത്തത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ നെവിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. നെവിന് വോട്ട് ചെയ്യണം. നിങ്ങൾ ആരും നെവിനെയും മറക്കരുത്. കാര്യം നെവിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. കാര്യം എനിക്ക് ഇപ്പം അനുമോളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നെവിനോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. നമ്മളുടെ വീട്ടിൽ കുറേ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അനുമോളും കേട്ടോ. എനിക്ക് അനുമോളുടെ കാര്യത്തിൽ കുറേയൊക്കെ എൻ്റെ വീട്ടിൽ കിച്ചണിലൊക്കെ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അനുമോക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്. പിന്നെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ റീച്ച് ആവുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അതെല്ലാവർക്കും സന്തോഷമല്ലേ. പിന്നെ അനുമോക്ക് വോട്ട് ചോദിച്ചത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് വന്നിരുന്ന് വോട്ട് ചോദിച്ചത്. ഇപ്പം എൻ്റെ മുഖത്ത് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടിയത് കൊണ്ടാണ് മുഖത്തൊരു കുറച്ച് കടുപ്പം. പക്ഷെ അതെനിക്ക് ഇപ്പോഴും വിഷമമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം എന്നെ ഒരുപാട് പേര് വന്ന് ഒരുപാട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവർ അനുമോളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അനീഷിൻ്റെ റിലേറ്റീവ്സോ ഒന്നും അല്ല. അവർക്ക് ആ വ്യക്തി ഇഷ്ടമായതുകൊണ്ട് ഞാനൊരാൾക്ക് വോട്ട് ചോദിച്ചപ്പോൾ അവർ വന്നിട്ട് എന്നെ വഴക്ക് പറയുന്നു. നിങ്ങൾ എന്തിനാ അങ്ങനെ വോട്ട് ചോദിച്ചതെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അത്രേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻസൊക്കെ എൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ചിട്ടൊക്കെ വരുമായിരുന്നു. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവർ എനിക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു രീതിയിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞിട്ട് വന്നു അവർക്കൊരു മനസ്സുഖം. അപ്പം ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് കമൻറ്റും ഡിലീറ്റ് ചെയ്യും. അവരെ തിരിച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊന്നും എനിക്ക് എല്ലാം ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് ഓരോരുത്തരും ചെയ്യുന്നത് നമുക്കങ്ങനെ അവരാണെന്ന് പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ രേണുസുതിയൊക്കെ നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ രേണുസുതിയൊക്കെ ഒരു കൊട്ടയ്ക്ക് നെഗറ്റീവും കൊണ്ട് അകത്ത് കയറിയത്. അവർ പക്ഷേ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ റീ എൻട്രിക്കകത്താണെങ്കിലും എനിക്ക് രേണുസുതി ഇഷ്ടമാണ്. അവരുടെ ആ ഒരു ക്യാരക്ടറും രീതിയൊക്കെ എനിക്ക് അവരെ ഇഷ്ടമാണ്. അപ്പം ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അതിൽ നമുക്ക് റീ എൻട്രി ചെയ്തവർ അടിച്ചു പൊളിക്കാൻ ചെന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഗെയിം ചേഞ്ച് ചെയ്തു, റീ എൻട്രിക്കാർ ഗെയിം ചേഞ്ച് ചെയ്തു. അപ്പം നമ്മൾ അതിനനുസരിച്ച് മാറി നമ്മളുടെ വോട്ട് അങ്ങനെ പോയി നമുക്ക് വോട്ട് കൊടുക്കാൻ തോന്നി. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അതിലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ, നിങ്ങളെ പോലെ ക്യാരക്ടർ അങ്ങനെ അനുമോൾ സദാചാരക്കാരിയല്ലേ, കുലസ്ത്രീയല്ലേ. സത്യമാണ്, നമ്മൾ കണ്ടെയാണ് എല്ലാവരും പറയുന്നുണ്ട് നീ കൊച്ചെന്താ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ഗെയിം ചേഞ്ച് ആയപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയത് അനുമോക്കാണ്. അതിൽ ഗ്രാഫോ ശരിയോ തെറ്റോ നമ്മൾ നോക്കുന്നില്ല, നന്മയോ തിന്മയോ ഒന്നും നോക്കുന്നില്ല. ബിക്കോസ് ബിഗ് ബോസ് കൊട്ടയ്ക്ക് നെഗറ്റീവ് എല്ലാവർക്കും കൊടുക്കത്തുള്ളൂ, പോസിറ്റിവിറ്റി ഒന്നും കൊടുക്കത്തില്ല. പിന്നെ ഒരു റൂഫിനടിയിൽ ഫോണും കാര്യങ്ങളും റിലേറ്റീവ്സും ഒന്നുമില്ല. അതൊരു റൂഫിനടിയിൽ ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത്. പുറത്തിരുന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാര്യം നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നിട്ടില്ല. നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, അതിലെങ്ങനെയാണ് എന്താണ് ഒന്നും അറിയത്തില്ല. ഇതേ കണക്കായിരുന്നു പണ്ട് ഒരു യൂട്യൂബർ ഒരു റിവ്യൂവർ പോയപ്പോൾ അയാൾ പുറത്ത് നിന്ന് ഭയങ്കര രീതിയിൽ റിവ്യൂ ഒക്കെ ചെയ്തിട്ട് പോയ ആൾ പെട്ടെന്ന് അതിനകത്ത് നിന്നപ്പം അങ്ങനെയേ അല്ല. തിരിച്ചു വന്നപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് ബിഗ് ബോസ് കാണുന്ന കണക്കല്ല, അകത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നത്തില്ല എന്ന് പറഞ്ഞു. അതേ കണക്കായിരുന്നു മസ്താനി പോയ സമയത്ത്. മസ്താനി ഗെയിം വെളിയിലിരുന്ന് കണ്ടിട്ട് ആ ഗെയിം അകത്ത് കളിക്കാമെന്ന് പറഞ്ഞു പോയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, മസ്താനിക്ക് നെഗറ്റീവ് അടിച്ചു. പുറത്തിരുന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ പുറത്തിരുന്ന് കാണുന്നവർക്ക് അവരവരുടെ വീട്ടിലെ TV-ക്കകത്ത് കാണുമ്പോൾ ആരെ ഇഷ്ടപ്പെടുന്നു അവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. ഓരോ ക്യാരക്ടേഴ്സിനെ എനിക്ക് അനലൈസ് ചെയ്യാനാണെങ്കിൽ എനിക്കുണ്ട്. പക്ഷെ ഞാനൊരു ബിഗ് ബോസ് റിവ്യൂവർ അല്ല. എനിക്ക് ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആരാധിക മാത്രമാണ്. അപ്പോൾ ആരാധികയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, നമ്മൾ മോഹൻലാൽ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ള ഇതിൽ നമ്മൾ നോക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ക്യാരക്ടർ നമുക്ക് മോഹൻലാലിന് ഇഷ്ടമാണ്, മോഹൻലാൽ ചെയ്യുന്നത് എന്ത് നമ്മൾ ഓക്കെ നല്ലതാണെന്ന് നമ്മൾ പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അനുമോൾക്ക് തന്നെ വീണ്ടും വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അനുമോൾക്ക് തന്നെ ചെയ്യണം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, പേഴ്സണൽ ഇഷ്ടം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും അനുമോൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം പുഷ് ചെയ്യാറുണ്ട്. ഞാൻ പിള്ളേരൊക്കെ എടുത്ത് വെച്ച് അനുമോൾക്ക് വോട്ട് ചെയ്യാറുണ്ട്. നെവിനും നമ്മൾ കൊടുക്കാറുണ്ട്. കാര്യം നെവിൻ ഈ പ്രശ്നത്തിനിടയ്ക്ക് മുങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നി. കാര്യം നെവിന് ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ഞാൻ വലുതായിട്ട് കാണുന്നില്ല. നെവിൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ സന്തോഷിക്കുക, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തിരുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു സുഖം ഉണ്ടായിരുന്നു. അനുമോളും ഒരു അക്ബറുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് ഇങ്ങനെ ഇരുന്നപ്പം ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലുള്ളൊരു രീതി നമുക്കിങ്ങനെ അവരിങ്ങനെ വന്നായിരുന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് എന്തോ ഫ്രണ്ട്ഷിപ്പിന് മാത്രമല്ല എല്ലാവരും ഓക്കെ ആയിട്ടൊന്ന് വന്നായിരുന്നു. പെട്ടെന്നാണ് ഗെയിം മൊത്തം ചേഞ്ച് ആയത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും സത്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ
ഇത് പണ്ട് ഒരാൾ ബലിയാടാവാനുണ്ട്, അതൊരു എന്താ ഈ അറക്കുന്ന ആടിനെ വെച്ചിട്ട്, പക്ഷേ ആ ഒരു രീതിയിലാണ് ട്രോഫി കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ലൈഫ് ഇതായി പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിൽ വന്നിട്ട് ഫൈനലിൽ ചിലപ്പോൾ അവർക്കായിരിക്കും കപ്പ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷേ ഫൈനലിൽ അവർക്ക് കപ്പ് കിട്ടാതെ പോയിട്ടുണ്ട് വോട്ടിൻ്റെ കുറവ് കൊണ്ടിട്ട്. അത് കാരണം ആ ഒരു കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് അനുമോക്ക് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ അനുമോക്ക് കൊടുക്കും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാരണങ്ങൾ.